അഖിൽ മാരാർ CMDRF-നെതിരായ പരാമർശത്തിൽ അല്ലെങ്കിൽ CMDRF-നെ കുറിച്ചുള്ള പരാമർശത്തിൽ ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ്. എന്താണ് ആദ്യ പ്രതികരണം? ഒന്ന് CMDRF-നെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കേസ് വന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരെ മുൻപും പറഞ്ഞതിന്റെ പേരിൽ കേസുള്ള ഒരാളാണ്. ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലതും പല വഴിക്കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കേസ് കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഈ രാജ്യത്ത് ഒരു മനുഷ്യന്റെ അവകാശ സ്വാതന്ത്ര്യത്തെ, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ശരിയാണെന്ന് പരിശോധിക്കാൻ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആത്യന്തികമായിട്ട് ഒരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അവൻ ആരെ സഹായിക്കണമെന്നത് അവന്റെ തന്നെ വ്യക്തിപരമായ ഒരു അവകാശമാണ്. അതൊരു പിടിച്ചുപറിയായി മാറാൻ പാടില്ല എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഖിലിപ്പോ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, പിടിച്ചുപറിയാകാൻ പാടില്ല എന്ന് പറയുന്നത്. CMDRF എന്ന് പറഞ്ഞ ഒരു CPM-ന്റെ ഒരു ഫണ്ടൊന്നുമല്ല. അത് കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ ഒരു ദുരിതം വരുമ്പോൾ ജനങ്ങൾ ഒട്ടാകെ സ്വരുക്കൂട്ടുന്ന ഒരു ഫണ്ടാണ്. CPM-ന്റെ ഫണ്ടൊന്നും അല്ല. അതെങ്ങനെയാണ് അഖിൽ അതൊരു പിടിച്ചുപറിയാകുന്നത്? ഞാൻ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് അതൊരു പിടിച്ചുപറിയുടെ സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഒരു അവിശ്വാസം ഈ വിഷയത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചാൽ 2018 കേരളത്തിൽ ഒരു പ്രളയം വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു വലിയ ജനത ഒന്നടങ്കം പിണറായി സർക്കാരിനെ വിശ്വസിക്കുകയും അദ്ദേഹം പറയുന്നത് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു വാക്ക് നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ഒരു വലിയ രീതിയിൽ അദ്ദേഹത്തെ ക്യാപ്റ്റനായി കാണാനും അല്ലെ അദ്ദേഹത്തെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു വലിയ വാക്കാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നവന്റെ ഒരു മഹത്തായ പദം നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ നാടിനെ രക്ഷിക്കുകയല്ലേ എന്ന് ഒരു വലിയ അർത്ഥമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ 2018 കേരളത്തിലെ ജനത ഒന്നടങ്കം സർക്കാരിനെ വിശ്വസിക്കുകയും വലിയ രീതിയിൽ ഒരു സാമ്പത്തിക സഹായം ഗവൺമെന്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് കഴിഞ്ഞ 2018 മുതൽ 2024 വരെ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അവിശ്വാസങ്ങൾ പറഞ്ഞത് അഖിൽമാരാരോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരോ എന്റെ വ്യക്തിപോസ്റ്റ് ഒന്നും ആയിരുന്നില്ല. കേരളത്തിലെ പ്രതിപക്ഷവും പത്രദൃശ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നടത്തിയ ചാനൽ ചർച്ചകളും ഒക്കെ തന്നെ ഇതിനകത്ത് നടത്തിയ അവിശ്വാസങ്ങളായിരുന്നു. സർക്കാരിന്റെ തന്നെ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടത്തിയിട്ടുള്ള കേസുകൾ, വഴിവിട്ട സഹായങ്ങൾ. പക്ഷെ ഈ കേസൊക്കെ വന്നു, ലോകായുക്ത കേസൊക്കെ തള്ളിയതാണ്. 3 ലക്ഷം വരെ പണം ചെലവാക്കുകയാണെങ്കിൽ മാത്രം മന്ത്രിസഭയുടെ അംഗീകാരം മതി, മുഖ്യമന്ത്രിക്ക് പണം ചെലവാക്കാമെന്നൊക്കെ ലോകായുക്ത വിധി ഉണ്ടായിരുന്നു. അഖിൽ, ലോകായുക്തയുടെ കാര്യത്തെക്കുറിച്ച് അല്ല എനിക്കിവിടെ. ലോകായുക്ത ഞാൻ ഒരു വിശ്വാസത്തിലിരിക്കുന്ന ഏജൻസിയല്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അതങ്ങ് പുറത്തുവിടട്ടെ. ഇപ്പോ ഒരു 5000 കോടി രൂപ ഗവൺമെന്റിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ആരെയൊക്കെ കേരളത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ ഇവർ വിവരാവകാശ രേഖ ചോദിച്ചാലും പുറത്തുവിട്ടിട്ടില്ല. ഇത് വെബ്സൈറ്റ് എടുത്തു വെച്ച് നോക്കൂ. അഖില് വിവരാവകാശ രേഖ വഴി ചോദിച്ചിട്ടുണ്ടോ? അഖില് വിവരാവകാശ രേഖ വഴി എന്തെങ്കിലും കണക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അഖില് പറഞ്ഞല്ലോ കണക്ക് പുറത്തുവിടട്ടെ. അല്ല, അഖില് പറഞ്ഞല്ലോ, ഇപ്പൊ അഖില് പറഞ്ഞല്ലോ വിവരാവകാശ രേഖ വഴി വിവരങ്ങൾ ചോദിച്ചിട്ടും പുറത്തുവിടുന്നില്ല എന്നല്ലേ അഖില് കുറച്ചു മുന്നേ പറഞ്ഞത്. എന്റെ ചോദ്യം ഇതാണ്, ആര് ചോദിച്ചിട്ട് പുറത്തുവിട്ടില്ല? ആർക്കാണ് പരാതി? കേരളത്തില് ഇപ്പൊ ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളെന്ന് വിശേഷിക്കപ്പെടുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ അവിടെ നടത്തിയ ചർച്ചകളിൽ ഇപ്പോ 2018 അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പ്രളയത്തിൽ സമയത്ത് ഈ ഇതിലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് ഒരുപാട് ഇടപെടൽ സഖാക്കൾ അതെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതേ ഹരീഷ് വാസുദേവൻ ഇപ്പോൾ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം അദ്ദേഹം പൈസ കൊടുക്കില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിനെ പോലൊരാൾക്ക് തന്നെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്, ഇടതുപക്ഷത്തോട് ചേർന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്, ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഹരീഷ് വാസുദേവനെ പോലൊരാൾക്ക് പോലും എന്തുകൊണ്ട് ഇപ്പോൾ തിരുത്തി പറയേണ്ടി വരുന്നു? അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കില്ല എന്ന് അദ്ദേഹം പറയാനുണ്ടായ കാരണം ഈ വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ചാലും ഇൻഡിവിജ്വൽസിന്റെ കണക്കുകൾ ഇവർ കൊടുക്കുന്നില്ല. അതായത് ഒരാൾക്ക് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം വ്യക്തിപരമായി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പ്രകൃതി ദുരന്തങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം അതായത് ഒരു വലിയ ഹ്യൂജ് ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് അവിടേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിവേചന അധികാര പ്രകാരം അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന് സഭാവങ്ങളെ സഹായിക്കാൻ ഒരു പൈസയായിട്ട് മാത്രം കണ്ടിരുന്ന സമയത്ത് നിന്നും ഒരു വലിയ തുക ജനങ്ങളിൽ നിന്ന് എത്തുകയും ആ തുക വഴിവിട്ട രീതിയിൽ വിനിയോഗിച്ചോ എന്ന സംശയം വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്തെ ഒരു ഡെപ്യൂട്ടി കളക്ടർക്കെതിരെ കേസുണ്ട്. ആ കേസ് വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി എടുത്തു? ഒരു നടപടിയും എടുത്തിട്ടുമില്ല. പിന്നെ MLA ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസം പൈസ നീക്കി വെച്ചിട്ടുണ്ട്. മറ്റു പല രീതിയിലും ആ വഴിവിട്ട സഹായങ്ങൾ ചെയ്തതായിട്ട് പലയിടത്തും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഇതിപ്പം മുഖ്യമന്ത്രി ചെയ്യുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. ഇത് ഉദ്യോഗസ്ഥന്മാരും ഒരു പക്ഷേ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും അവർ ഒരു ഏതെങ്കിലും രീതിയിൽ പണം കൊടുക്കുന്ന ഒരു എന്റെ തുക
എന്റെ തുക ആരിലേക്ക് എത്തിയെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ല. ഇപ്പൊ ഞാൻ 10,000 രൂപയോ അല്ലെങ്കിൽ ഇപ്പൊ ആടിനെ വിട്ട് പൈസ കൊടുത്തവരുണ്ട്, ഉടുക്കയിൽ പൈസ ഇട്ടിട്ട് കൊടുത്ത കുട്ടികളുണ്ട്. അവർക്ക് പക്ഷെ അവകാശമില്ലേ അവരുടെ പൈസ ആരിലേക്കാണ് എത്തിയത്? അഖിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിക്കെതിരെയല്ല പറയുന്നത്. പക്ഷെ അഖിലിന്റെ 2 ദിവസം മുൻപുള്ള പോസ്റ്റ് ദുരന്തം ആഘോഷമാക്കിയ ദുരന്ത നായകനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു അഖിലിന്റെ പോസ്റ്റ്. അതിനുശേഷം വലിയ തരത്തിൽ അത് ചർച്ചയായതാണ്. അതിനുശേഷം ഇന്ന് അഖിലിന്റെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന അഖിൽ പറയുന്നുണ്ട്, പിന്നെ PM കെയർ ഫണ്ട്, ദുരിതാശ്വാസ CMDRF വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് പണം കൊടുക്കാം, പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ വീടുകൾ വെച്ച് നൽകുകയാണ് എന്ന് പറയാം. അപ്പൊ ശരിക്കും അഖിൽ നിലപാട് മയപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ. ഒന്നുമല്ല, ഞാൻ ആദ്യം അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ യാതൊരു വിശ്വാസവുമില്ല. അതെന്റെ അവകാശമുണ്ട്. അങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് വിശ്വസിക്കാം, മറ്റൊരാൾക്ക് വിശ്വസിക്കാം. എനിക്ക് വിശ്വാസമില്ല. എനിക്ക് കേരള മുഖ്യമന്ത്രിയെ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. അത് എന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെ ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ ഞാനത് സർക്കാസ്റ്റിക്കലി എഴുതിയൊരു പോസ്റ്റാണ്. അതായത് അത് വായിക്കുന്നവർക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാകും. കാര്യം ലാൻഡ് സ്ലൈഡ് സംഭാവന ചെയ്യുന്ന അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവന, അത് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി സംഭാവന പിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അതൊരു സർക്കാസ്റ്റിക് പോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദുരന്തങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ പല വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് പലപ്പോഴും കൊറോണയും പ്രളയവും ഒക്കെ തന്നെ ഈ സർക്കാരിന്റെ രക്ഷയ്ക്കെത്തുകയായിരുന്നു. അത് കേരളത്തിലെ ജനത മറന്നുപോയത് എന്റെ കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയമാവുന്ന സമയത്ത് ഇത്തരം ദുരന്തങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, അതിന് ദുരന്തങ്ങൾ വന്നാൽ ആർക്കും ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇപ്പം വളരെ ലളിതമായി പറയാം, നമ്മൾ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുക്കുകയാണ്. നമ്മൾ ആ കൊടുക്കുന്ന പൈസ തിരിച്ചു മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ പുള്ളി പറയാണ് പുള്ളിക്ക് സുഖമില്ലെന്ന് പറയുകയാണ്. സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് പോയി പൈസ ചോദിച്ച കൊടുത്തവൻ ക്രൂരനായി മാറുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ സാധാരണക്കിടയിലുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും തെറ്റുകളെയൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഇത്തരം പ്രളയങ്ങളെയും ഇത്തരം പ്രശ്നങ്ങളെയും എടുത്തു വെച്ച് മുൻനിർത്തി പലപ്പോഴും ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു പ്രതിപക്ഷ സ്വരത്തു നിന്ന് ഉന്നയിക്കപ്പെടേണ്ട ശബ്ദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞൊരു പക്ഷെ കാര്യമാണ്. പ്രതിപക്ഷ സ്വരമൊക്കെ ഉന്നയിക്കാം അഖിൽ. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ പോലും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു ദുരന്തമുഖത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണോ നമ്മളുടെ രാഷ്ട്രീയവും നമ്മളുടെ ഭിന്നിപ്പും ഒക്കെ പറയേണ്ട ഒരു സാഹചര്യമാണോ അഖിൽ? ഞാനല്ലല്ലോ ഞാൻ അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പറഞ്ഞത്. ദുരന്തം ആഘോഷമാക്കിയ ദുരന്ത നായകൻ എന്ന് മുഖ്യമന്ത്രിയെ പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന നമ്മൾക്ക് അത് എങ്ങനെയാണ് ഇന്നലകളുടെ അനുഭവം പറയേണ്ടത് ഈ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴാണോ അഖിൽ? അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. അതൊന്നും ഒരു കാര്യമുള്ള കാര്യമില്ല. ഇപ്പൊ ദുരന്തം വരുന്ന സമയത്ത് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ പറയരുത് എന്ന് പറയാതിരിക്കേണ്ട കാര്യമില്ല. അത് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്. ഇപ്പൊ പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പാടില്ല. പ്രളയം അന്ന് വരുത്തി തീർത്താണെന്ന് അന്ന് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതാണ്. അന്ന് ഡാം തുറന്ന് ആദ്യം പ്രളയം വരുന്ന സമയത്ത് തന്നെ ഡാം തുറന്നു വിട്ടതാണ് ഇങ്ങനെ ഒരു വലിയ പ്രളയം ഉണ്ടാവാൻ കാരണമെന്ന് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാളെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുകയും ഞാനത് എഴുതുകയും ചെയ്തു. പിന്നീട് ഡാം മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ തന്നെ പഠന റിപ്പോർട്ട് വരികയും സർക്കാർ വരുത്തി തീർത്ത പ്രളയമാണെന്ന് പഠനം തന്നെ പറയുകയും ചെയ്തു. ഉരുൾപൊട്ടലും മനുഷ്യനിർമ്മിതമാണ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് ആദ്യം ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ ഒരു നമുക്ക് താമസയോഗ്യമായ പ്രദേശം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ പട്ടയം പതിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഒരു ഭരണകൂടത്തിനാണുള്ളത്. ഇപ്പം മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പ്രകാരം, കസ്തൂരിരംഗന്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ ഭൂമിയുടെ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ട് അറിയാവുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 2020 പാർലമെന്റിൽ തേജസ്വി സൂര്യയാണെന്നാണ് എന്റെ ഓർമ്മ, പാർലമെന്റിൽ MP ആയിരുന്ന അദ്ദേഹം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ, അതായത് അവർ BJP കോൺഗ്രസ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുകയാണ്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പറയുന്നത് വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനും 4000-ലധികം ആൾക്കാർ മരിക്കാനുമുള്ള സാധ്യത കേന്ദ്രം അന്ന് കൊടുത്ത മുന്നറിയിപ്പിനെ കുറിച്ച് 2020 പറയുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് താമസിച്ചാൽ ജനത്തിന്റെ ജീവന് ഭീഷണിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും താമസിക്കാനുള്ള അനുമതി കൊടുക്കാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കവളപ്പാറ ഇതിനും ഉരുൾപൊട്ടലുണ്ടായി. ഈ പ്രദേശത്തിനോട് ചേർന്ന് നിൽക്കുന്ന മുൻപ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി. ഇന്നും അവിടെ നിന്ന് ശവശരീരങ്ങൾ കണ്ടു കിട്ടാത്ത രീതിയിലും ഉണ്ട് എന്ന് വാർത്തകൾ വരുന്നു. അപ്പൊ വീണ്ടും ആ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പുനരധിവാസം ചെയ്യാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല? നമ്മൾ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഓക്കെ, ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് തടയാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തെ പഴിക്കുക എന്നുള്ളതല്ല. ഞാൻ നമ്മുടെ ഈ അർജുന്റെ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ ഒരു ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ ധാരാളം ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാവുന്ന പ്രദേശത്ത് എന്ത് മുൻകരുതലായിരുന്നു സ്വീകരിച്ചത്? അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ
ഇതൊന്നും ഞാൻ ഫേസ്ബുക്കിലോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഗവൺമെന്റിന്റെ സർക്കാരിന് ദുരിതാശ്വാസ നിധിയിൽ എനിക്ക് സർക്കാരിനെതിരെ വിശ്വാസമില്ല. പറഞ്ഞിട്ടില്ലെങ്കിലും പിണറായി വിജയനെതിരെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിയെ പറയണം, ഡയറക്റ്റ് അതെന്തിന് അറ്റാക്ക് ആയിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അല്ല പിണറായി വിജയനോട് താങ്കൾക്ക് ഇത്ര ദേഷ്യം? എനിക്കൊരു ദേഷ്യവുമില്ല. പുള്ളി എന്താ അതിർത്തി മാറ്റം വന്നിട്ടുള്ള ആളൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങളെ വോട്ട് നേടി വിജയിച്ച് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്ന് സോഷ്യൽ മീഡിയയിലെ സകല ചെറുപ്പക്കാരെ കൊണ്ടും സകല മനുഷ്യരെ കൊണ്ടും ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണത്. ഇപ്പം ഒരു EMS പോലെ EK നായനാരെ പോലെ ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും സ്വജനപക്ഷപാതത്തെ വിട്ടുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ നാടിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിൽ സ്വന്തം കുടുംബത്തിനും സ്വന്തം മകൾക്കും വേണ്ടിയിട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയും ധാർഷ്ട്യത്തോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ മേളിലേക്ക് തന്റെ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ ഈ രാജ്യത്തിൽ നിന്നുകൊണ്ട് ഒരു വോട്ട് ചെയ്യുന്ന ഒരു പൗരന നിലയിൽ വിമർശിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്നല്ല, കേരളത്തിലെ ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് ആർക്കും കൂടെ നിൽക്കാൻ പറ്റത്തില്ലേ? ഇപ്പൊ എനിക്കെതിരെ കേസെടുത്തു. എന്തടിസ്ഥാനത്തിലാണ് കേസെടുത്തത്? ഇത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് പറയൂടെ? അയാൾക്ക് അത് പറയാനുള്ള അവകാശമില്ലേ? ഇതിനകത്ത് ഇതിന്റെ പേരിൽ ഒരാളെ വാമൂടിക്കെട്ടാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് റൈറ്റ് ഉണ്ട് പോലും. CMDRFിനെതിരെ പറയുന്നവർക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് പ്രകാരം അങ്ങനെ ഒരു തെറ്റ് നമ്മൾ നിയമപരമായി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കേസെടുത്തോട്ടെ. തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ, രാജ്യത്ത് നമുക്ക് ജീവിച്ചിരിക്കാമല്ലോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ ഇപ്പൊ മോഹൻലാൽ 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയല്ലേ സഹായം ചെയ്തേക്കണം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയായിട്ടല്ലോ. അങ്ങനെ എത്രയോ പേര് അവരുടെ സ്വന്തമായ രീതിയിൽ ചെയ്യാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മൾ ഒരു വരിയും കൂടെ കൂട്ടിച്ചേർക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ കാരണം ഇന്നലകളിൽ അവരുടെ പ്രവൃത്തി കൊണ്ടാണ്. അല്ലാതെ 2018 നമ്മൾ ആരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി മറ്റുള്ള കാര്യങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ പാർട്ടിയെ വളർത്താനും അവർക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാമെന്നുള്ള എന്റെ സംശയം കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല. ആർക്കൊക്കെ കൊടുക്കാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ വളരെ സന്തോഷപൂർവ്വം കൊടുക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. ഞാൻ ആരെയും ഇത് കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ കൊണ്ടുവന്നൊരു വിഷയമല്ല ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആവർത്തിച്ച് പലരും ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു കാലത്ത് അനുകൂലിച്ച് സംസാരിച്ച് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ പോലുള്ള ആൾക്കാർ ഇന്ന് തിരുത്തി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. ഏതായാലും വളരെയധികം നന്ദി അഖിൽ മാരാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.